എന്റെ അച്ഛന് വേണ്ടി മാത്രമല്ല, ഇപ്പൊ മലയാളം ഞാൻ ഒറ്റക്കൊമ്പന്റെ ഭാഗമല്ല. അത് അവര് അനൗൺസ് ചെയ്യാനുള്ളതാണെങ്കിൽ അനൗൺസ് ചെയ്യും, അങ്ങനെ ഉള്ളതാണെങ്കിൽ എനിക്ക് ഇപ്പൊ എന്റെ വർക്കിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. അച്ഛനെ സെറ്റിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ കാര്യം ഉണ്ടോ ഇല്ലയോ ഞാൻ അന്വേഷിച്ച് എന്നിട്ടില്ല, എനിക്ക് അറിയത്തില്ല. മേ ബി ഇറ്റ്സ് ദർ, മേ ബി ഇറ്റ്സ് നോട്ട്. ഞാൻ ഇതിന്റെ ഷൂട്ടിന്റെ വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ പോയത്. എനിക്ക് JSKയുടെ റിലീസ് ടൈം തൊട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. സോ ഇപ്പൊ നടക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ ഏർലി ആയിട്ട് പോയിരുന്നത്. കബീർ സിംഗ് അച്ഛന് ഷൂട്ടിന്റെ സമയത്ത് ഞാൻ പോയത്. അതെ, അതുപോലെ അതിന്റെ ഡയറക്ടറായ മാത്യു സാറിനാണെങ്കിലും റൈറ്ററായ ഷിൻ ചേട്ടനാണെങ്കിലും എല്ലാവരും ആ ഒരു വർക്ക്, ഷാജിമാർ സാറാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വർക്ക് വരട്ടെ. അതായത് എന്റെ അച്ഛന് വേണ്ടി മാത്രമല്ല, ഇപ്പൊ മലയാളം സിനിമ നല്ല സിനിമകൾ വരട്ടെ. ഇപ്പൊ എല്ലാ സിനിമയും നമ്മൾ കണക്ട് ചെയ്യണം, സ്റ്റോറി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അങ്ങനെയല്ല. ചില സിനിമകൾ മാസമാണ്, അതിനുള്ളൊരു എന്റർടൈൻമെന്റ് വാല്യൂ ആണ് വന്നിരുന്നത്. ഹോപ്പ്ഫുള്ളി അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ചെയ്തിരിക്കുന്ന വർക്ക് നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഫോർ മലയാളം സിനിമ. ഓക്കെ, കുറെ നാൾക്ക് ശേഷം പുതിയ അളവില് ഗോകുലേട്ടനെ കണ്ടപ്പോൾ സുരേഷേട്ടന്റെ ഭയങ്കര അതിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അതേപോലെ തന്നെയായിരുന്നു. മികച്ചൊരു കഥാപാത്രമായിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചതിൽ. കാരണം ഓരോടെ ഭയങ്കര മാറ്റമാണ് മുമ്പത്തെ സിനിമയിൽ വെച്ചത്. സോറി, മുൻപ് അഭിനയിച്ച കഥാപാത്രക്കാരിൽ ഗോകുലേട്ടന് ഭയങ്കര മാറ്റമാണ് ഈ സിനിമയിൽ വന്നിട്ട്. ഭയങ്കര ബോൾഡായിട്ട് ഫീൽ ചെയ്തു. ആക്ഷൻ വളർന്നുകൊണ്ടിരിക്കുമല്ലേ. I think he's completed about 10 years now. 9-10 years ആയി ഇൻഡസ്ട്രി. എല്ലാ ആക്ടേഴ്സിനെ പോലെയും ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോ പിന്നെ വേറെ നമ്മള് 5 സിനിമ ചെയ്യുമ്പോൾ 500 സിനിമ ചെയ്തതിന്റെ റേഞ്ച് പ്രതീക്ഷിക്കരുത്. ആസ് എ പെർഫോമർ ആൻഡ് ഓൾസോ ആസ് ക്യാരക്ടേഴ്സ്, നമ്മൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും വരുന്ന റോൾസ് അല്ലേ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഓരോരോ വർക്ക് കഴിയുന്തോറും വേറെ വേറെ ടൈപ്പ് റോൾസ് വരും. അതിന്റെ പൊട്ടൻഷ്യൽ തെളിയും. ഇങ്ങനെ എന്റെ ചേട്ടന്മാര് മാത്രമല്ല, പല ആക്ടേഴ്സും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാവുന്ന, അതായത് ഇപ്പൊ അംഗീകാരം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ എന്റെ ചേട്ടൻ ഇതിന്റെ മുന്നേയും വളരെ നല്ല പെർഫോമറാണ്. ഇപ്പൊ അംഗീകാരം കൂടുതൽ കിട്ടും. ചേട്ടന്റെ വർക്ക് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കും.